Hello friends, welcome back. Now we will do a short video. So video length is മനസ്സിലാണ്ടാവും. അതെന്താന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിക്സാർട്ടിൽ ഒരു ഇമേജ് എങ്ങനെയാണ് സ്റ്റെൻസിൽ ആക്കി എടുക്കാന്നുള്ളത്. അപ്പോൾ കുറച്ച് പേർക്ക് ആ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വേറൊരു pixellab എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ പോവാണ്. അതിനകത്ത് മുമ്പത്തെ പോലെ കുറേ സ്റ്റെപ്സ് ഒന്നും ചെയ്യണ്ട. ഒറ്റ സ്റ്റെപ്പ് മതി നമുക്ക് നമ്മുടെ ഇമേജ് സ്റ്റെൻസിൽ ആക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു പിക്സെല്ലാബ് എന്ന് പറഞ്ഞ ആപ്പാണ്. നമ്മളപ്പോൾ അത് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട്സ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമേജ് സൈസ് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സൈസ് എത്രയൊക്കെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് പിക്കാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ പിക്കിൻ്റെ സൈസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ പിക്ക് എടുത്തിട്ട് ഗാലറി പോയിട്ട് ആ പിക്ക് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിക്കിൻ്റെ സൈസ് ഇവിടെ കാണാം. ഈ സൈസ് തന്നെ നമ്മൾ ഇവിടെ പിക്സെല്ലാബിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് നമ്മുടെ പിക്ക് അതിനകത്ത് ഫിറ്റായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം ആദ്യം. അപ്പോൾ നമ്മുടെ സംഭവം കറക്റ്റ് ആ പിക്കിൻ്റെ സൈസിൽ വന്നു. ഇനി നമുക്ക് മുകളിൽ ഈ പ്ലസ്സിൽ ഞെക്കിയിട്ട് നമ്മുടെ ഗാലറിക്ക് ഓപ്പൺ ആയി വരും. അവിടെ നിന്ന് നമുക്ക് വേണ്ട പിക്ക് എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ആ പൊസിഷനിലാക്കി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് നടുവീത്തെ ഓപ്ഷൻ കണ്ട അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കളർ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനകത്ത് നമ്മുടെ സാച്ചുറേഷൻ ഏറ്റവും കുറവാക്കി വയ്ക്കുക, -100 ആക്കി വയ്ക്കുക. അതുപോലെ ബ്രൈറ്റ്നെസ് കുറച്ച് വയ്ക്കുക. എന്നിട്ട് കോൺട്രാസ്റ്റ് നമ്മൾ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇതിൽ എത്ര എമൗണ്ട് ഒരു 53 ആ ഒരു റേഞ്ചൊക്കെ ആക്കുക. അപ്പോൾ നമ്മുടെ പിക്ക് നോക്കുമ്പോൾ നല്ല സ്റ്റെൻസിൽ ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെത്തേഡ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് മുകളിൽ ഷെയറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പിക്ക് സേവ് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു മെത്തേഡും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു ഇത് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റെൻസിൽ ഇമേജ് കിട്ടാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് എഡിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനകത്ത് നമുക്ക് ഏത് പിക്കാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഉണ്ണിമുഖത്തിൻ്റെ പിക്കാണ് സെലക്ട് ചെയ്തേക്കണം. ഇതിൽ നിന്നിട്ട് അടിയിൽ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ അതിൽ HDR എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇങ്ങനെ കുറേ കണ്ടില്ലേ, എഫക്ട്സ്, ക്യാൻവാസ്, സ്കെച്ച് അങ്ങനെയൊക്കെ. അതിൽ എഫക്ട്സിലാണ് ഈ HDR എടുക്കണത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പിക്ക് HDR ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സ്കെച്ച്, ബ്ലർ അങ്ങനെ കുറേ എടുക്കുന്നുണ്ട്. അതുപോലെ കളേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് നമ്മുടെ സ്റ്റെൻസിലായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് മുകളിൽ ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ക് ഗാലറിക്ക് സേവ് ആയി കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ പണി. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇത് എന്തായാലും നല്ല ക്ലിയർ സ്റ്റെൻസിൽ ഇമേജ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും നല്ല കറക്റ്റ് സ്റ്റെൻസിൽ ഇമേജ് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.